ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിരുന്നത്. വലിയ പഠിപ്പിച്ചൊന്നല്ലായിരുന്നു. പക്ഷേ എനിക്ക് അത് ഇന്ത്യൻ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ജിയോഗ്രഫി ആയാലും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോകണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വീട്ടുകാർക്ക്, എൻ്റെ വീട്ടിൽ തന്നെ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ വേഗം കല്യാണമൊക്കെ കഴിച്ച് വിട്ടു. ഞാനും രാകേഷേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച അവരിങ്ങനെ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയതാണ്. ഈ ഫ്ലെക്സിൽ കാണിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഹാരപ്പൻസ് പണ്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ പാത്രങ്ങളും അവരുടെ മാലകൾ, മോതിരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ആ പണ്ടത്തെ പാത്രങ്ങളുടെയും ഈ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു കലവറയായിട്ടൊരു മ്യൂസിയം ഉണ്ട്. അവിടേക്ക് നമുക്ക് ഇന്ത്യൻസിന് പോകാൻ 5 രൂപ, വിദേശികൾക്ക് പോകാൻ 100 രൂപയാണ്. അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചു കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് അവർ വിളിച്ചതാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ലോത്തൽ എന്ന സ്ഥലത്ത് പോയി ഇതൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ കേട്ടോ. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് ലോത്തലിൽ ഹാരപ്പൻ പോർട്ട് ടൗണിൻ്റെ ഒരു പണ്ടത്തെ ഒരു രൂപം. ഇത് ഇന്നിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രൂപമായിട്ട് ഒരു സാമ്യം തോന്നില്ല കേട്ടോ. ഞങ്ങൾ പോയവരെല്ലാവരും ആദ്യം ഇവിടെ എങ്ങനെ കപ്പൽ വന്നിരുന്നു, ബോട്ട് വന്നിരുന്നു എന്നൊക്കെ വിചാരിച്ചു. കാരണം ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ രൂപം. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നിന്ന് എന്താ പറയുക, ആർക്കിയോളജിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചത് എന്താ പറയുക 1954 1963 SR റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റിൻ്റെ മുന്നോട്ടത്തിലാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ എങ്ങനെ ബോട്ടും കപ്പലൊക്കെ വന്നിരുന്നു എന്ന് തോന്നും നമുക്ക്, അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങളുടെ അഹമ്മദാബാദിലെ സബർമതി റിവറും അതുപോലെ ഗോദാവരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറും കമ്പ എന്ന സ്ഥലത്ത് സംഗമിച്ച് ഇതിലൂടെ ഒഴുകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഇതും തോന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് ഭയങ്കര എന്താ പറയുക, ഇന്ന് മുദ്ര പോട്ട് എന്നൊക്കെ പറയണ പോലെ ഒരു ഇതുള്ളവരുണ്ട്. ഇത് അവിടെ ഒരു എന്താ പറയുക, ഞാൻ കരിന്തേൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിന്തേളിനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ചത്തെടുക്കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാരപ്പൻ പോട്ടറി ടൗണിൻ്റെ ഇത് ഇപ്പോൾ കണ്ടുപിടിച്ച് ഇതൊക്കെ ആക്കി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഹാരപ്പൻ പോട്ടറി സിസ്റ്റം, അതുപോലെ തന്നെ സിസ്റ്റം അല്ല, ഹാരപ്പൻസിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ മോഹൻജദാരോക്കെ ഇനി നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ ഭൂരിഭാഗവും കിടക്കുന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ. പക്ഷേ ഇന്ത്യയിൽ 2 ടൗണുകളിൽ ഇന്നും അവരുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ഈ ലോത്തലിലുള്ളതും മറ്റേത് കച്ചിൽ ധോളാവിരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇത് ഉള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ഹിസ്റ്ററി, ജിയോഗ്രഫീനെയൊക്കെ പണ്ടത്തെ കാലത്തെ പറ്റിയൊക്കെ പഠിക്കാനും അതിനെപ്പറ്റി അറിയാനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അന്ന് എന്താ പറയുക, വീട്ടുകാർ വേഗം കല്യാണം കഴിച്ച് വിട്ട കാരണം ഇതിനെ കുറിച്ച് പഠിച്ച് എന്താ പറയുക വലിയ ആളാവാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇന്നിങ്ങനെ കാണാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട്. ഇനി എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ കച്ചിൽ പോയി അവിടുത്തതും കാണും. പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യല്ല, ഇവിടുത്തെ അന്ന് കാലത്ത് ഒരു 4000-5000 വർഷം പഴയതാണ് ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഇവിടെ തന്നെ ഇത് വേണ്ട ഒരു പോട്ടിൻ്റെ ഒരു രൂപത്തിൽ അന്നത്തെ കാലത്ത് വെള്ളം ശേഖരിച്ച് വെക്കാനും വെള്ളം ഒഴുകി പോകാനും നല്ല കുടിവെള്ളം സംഭരിച്ച് വെക്കാനൊക്കെ ആയിട്ട് അവർ എന്താ പറയുക ഒന്നാന്തരം എന്താ പറയുക ഡ്രൈനേജ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത്ര കൊല്ലം 5000 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കണ കാണാം. അതുപോലെ തന്നെ ഇവിടെ 2 കിണറുണ്ടായിരുന്നേ. ഇതൊരു കിണറാണ് കാണുന്നത്. പിന്നെ ഒരു കിണർ കണ്ടത് നമ്മൾ അവിടെ ചരക്ക് കപ്പലൊക്കെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അവിടെ ആദ്യം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. അവിടെ ഇൻട്രോ പറയണ നേരത്തെ അതെനിക്ക് പറയാൻ പറ്റില്ല. അധികം ആഴമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ആഴമൊന്നുമില്ല, കുറച്ചൊരു വെള്ളമുള്ള ഇതിൽ നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ
പക്ഷേ ഇവർ എന്താ പറയുക നന്നായി അതിനെ സൂക്ഷിച്ച് പബ്ലിക്കിന് കാണാൻ പറ്റണ വിധത്തിലൊക്കെ ആക്കി വരുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 2-3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. മറ്റേ അവരുടെ പോട്ടറി സിസ്റ്റമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലേ, അവിടെയൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഈ പറഞ്ഞ 5 രൂപയും 100 രൂപയൊക്കെ കൊടുത്തിട്ട് വേണം കാണാൻ. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപയും വാങ്ങിച്ചില്ല. ഇനി കാലക്രമേണ ഇവിടെ പൈസ വെച്ചിട്ടായിരിക്കും കാണിക്കുക. ഇവിടെ 2 ടൗൺഷിപ്പ് പോലെയാണ് കാണിക്കുന്നത്. ഒന്ന് എന്താ പറയുക അപ്പർ ടൗണും മറ്റേത് ലോവർ ടൗണും. അപ്പർ ടൗണിൽ ഈ എന്താ പറയുക ചരക്ക് വരുന്ന ഇതിൻ്റേതായ വലിയ വലിയ ഓഫീസേഴ്സൊക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരിക്കും. അതിങ്ങനെ കുറച്ച് ഉയരം കൂടിയ പൊക്കത്തിലായിരുന്നു. മറ്റേ ലോവർ ടൗൺ അതായിരുന്നു കൂടുതലും എന്താ പറയുക വിസ്തൃതിയിൽ കിടന്നിരുന്നത്. കാരണം പണിക്കാരായിരിക്കുമല്ലോ കൂടുതൽ. ഇത് കണ്ടു നോക്കിയാൽ അടിക്കോടിയുള്ള ഡ്രൈനേജ് സിസ്റ്റം ഒന്ന് നോക്കിയാൽ പൈപ്പിൻ്റെ ഒരു അവശിഷ്ടം കിടക്കുന്നത്. അപ്പോൾ ലോവർ ടൗണിലാണ് കുറേ ഏരിയ ആയിട്ട് കാണിച്ചിരുന്നത്. ഇതിൽ അടുപ്പിൻ്റെ ഒരു അവശിഷ്ടം കണ്ടു ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ. പിന്നെ നമുക്ക് നടക്കാനായിട്ട് ഇതുപോലെ തന്നെ പണ്ടത്തെ കല്ലിൻ്റെ ഒരു രൂപത്തിൽ തന്നെ അവർ ഇന്നത്തെ പുതിയ കല്ലൊക്കെ വിരിച്ചിട്ടാണ് സിസ്റ്റം ശരിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് ആർക്കെങ്കിലും ഇത് പോയി കാണാൻ, ഇത് അപ്പർ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് കണ്ടതായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതുപോലെ ബാത്റൂമിൻ്റെയും അതുപോലെ ഓരോ ഭാഗങ്ങളും ഇപ്പോഴും എത്ര 5000 കൊല്ലം കഴിഞ്ഞിട്ടും കേട് വരാണ്ട് കിടക്കണതൊന്നും സമ്മതിക്കേണ്ടത് തന്നെയല്ലേ. ഇതാണ് ഒരു അടുപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ നിന്ന് പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ മാറ്റി വളരെ എന്താ പറയുക നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു കേടും വരാണ്ട് ചില്ലുകൂട്ടിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അഹമ്മദാബാദിൽ വരുമ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടേക്ക് പോകാനുള്ള വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അഹമ്മദാബാദിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 3700 BCയിലാണ് ഈ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നതെന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ പോട്ടറി സിസ്റ്റത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മുദ്ര പോട്ട് പോലെ പണ്ടത്തെ കാലത്തുള്ള പോട്ടായിരുന്നു ഇത്. ഇവിടെയാണ് ഗോതമ്പ് അങ്ങനത്തെ പല സാധനങ്ങളും പുറത്തേക്ക് പോയിരുന്നതും പുറത്തുനിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പണ്ട് കാലങ്ങളിൽ ആദിമ മനുഷ്യർ ഗുഹകളിലും അല്ലെങ്കിൽ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും അവർക്ക് ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഓരോ സ്ഥാനങ്ങൾ മാറി മാറി അവർ ജീവിച്ചിരുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇവർ ഹാരപ്പൻസിൻ്റെ കാലം തൊട്ടിട്ടാണ് ഇവർ നമ്മുടെ ഇഷ്ടികക്കട്ടകളൊക്കെ യൂസ് ചെയ്ത് താമസിച്ചു തുടങ്ങുന്നതെന്ന് പറയപ്പെടുന്നു. അന്നത്തെ ഇഷ്ടികക്കട്ടകൾ ഉപയോഗിച്ചിട്ടുള്ള വീടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒന്ന് ഉറപ്പ് നോക്കും. നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ ഒരു ഭൂമി കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റുകളും വീടുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ്. ഇതിവിടെ ഗുജറാത്തിൽ ഭൂകമ്പമൊക്കെ വന്ന് പോയിട്ടും ഇതൊരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയാലും എൻ്റെ ഫ്രണ്ട്സിന് കാണാനൊരു ചാൻസ് കിട്ടി ഗുജറാത്തിൽ കറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഹാരപ്പൻ പോട്ടറി സിസ്റ്റം കാണാതെ പോകരുത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്കും ഞാനൊരു ലക്കിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തഭിപ്രായമായാലും കമൻറ്റിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.